സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുത്, മറിച്ച് അവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. പ്രജാപരിപാലനമാണ് രാജധർമ്മം. അതുകൊണ്ട് താടകാവധം അധർമ്മമാണ്. ഇവിടെ ശ്രീരാമൻ ചെയ്യുന്നത് എന്താണ്? ഒരു ധർമ്മം ചെയ്യാത്ത ഒരു ധർമ്മത്തിനെതിരായി നിൽക്കുന്ന ഒരു രാക്ഷസിയെയാണ് വധിക്കാൻ ശ്രമിക്കുന്നത്. ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ്. അപ്പോൾ ധർമ്മത്തെ രക്ഷിക്കുന്നവരെ മാത്രമാണ് ധർമ്മം രക്ഷിക്കുക. ധർമ്മവിഗ്രഹൻ എന്ന ശ്രീരാമൻ ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കാത്ത ഒരു രാക്ഷസിയെ വധിക്കൂ എന്നുള്ളത് തീർച്ചയായും യുക്തമായ ഒരു കാര്യം തന്നെയാണ്. അവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസം ആവശ്യമില്ല. അവിടെ ധർമ്മത്തിന്റെ സംരക്ഷണമാണ് ശ്രീരാമന്റെ ഒക്കെ. മഹാഭാരതത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത്? സ്ത്രീ എവിടെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്? അത് ഊന്നി പറയൂ. പക്ഷെ മഹാഭാരതത്തിലും നമുക്ക് കാണാം ഭീഷ്മർ പോലുള്ള മഹാരഥന്മാർ പറഞ്ഞിട്ടുള്ളത് ദേഷ്യത്തോടെ വരുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ അവളെ വധിക്കരുത് എന്ന്. അതുകൊണ്ട് തീർച്ചയായും താടകയെ വധിച്ചത് അധർമ്മമാണ്. എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവതാഹ എന്നാണ് പ്രമാണം. അതുകൊണ്ട് ഇവിടെ പൂജിക്കപ്പെടേണ്ടവളെയല്ലേ വധിച്ചത്. അപ്പൊ അത് തീർച്ചയായും അധർമ്മമാണല്ലോ. എന്തുകൊണ്ടാണ് താടക പൂജിക്കപ്പെടേണ്ടവളല്ല എന്ന് നിങ്ങൾ കരുതുന്നത്? ഇവിടെ അഗസ്ത്യനോടുള്ള ദേഷ്യം കൊണ്ട് ആ ജനപദങ്ങളെ മൊത്തം ഉപദ്രവിക്കുക മാത്രമാണ് താടക ചെയ്തിരുന്നത്. അതുപോലെ രാജർഷിയായിട്ടുള്ള വിശ്വാമിത്രന്റെ യാഗം മുടക്കാനാണ് താടക ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ നമുക്ക് ധർമ്മത്തിനെതിരായി നിൽക്കുന്നവരെ ശിക്ഷിക്കുക തന്നെയാണ് നമ്മൾ വേണ്ടത്. ശ്രീരാമനും ലക്ഷ്മണനും പോകുന്നത് തന്നെ വിശ്വാമിത്രന്റെ യാഗം രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. പക്ഷെ ഒരു വേള രാമൻ പോലും ശങ്കിക്കുന്നുണ്ട് താടകയെ കൊല്ലാമോ എന്ന്. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? അതിന് കൃത്യമായ ഉത്തരം പറയണം. അത് താടക സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ അവൾ ചെയ്തു കൂട്ടുന്നത് ഒരു പുരുഷന് പോലും നിയന്ത്രിക്കാനാകാം. 1000 ആനയുടെ ശക്തിയുള്ളവളാണ് താടക. അപ്പോൾ ഒരു പുരുഷന് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അതിനേക്കാൾ അധികം ശക്തിയിൽ അവൾ വളർന്നു വന്നതുകൊണ്ട് വഴിയിലൂടെ പോകുന്ന എല്ലാവർക്കും അവളൊരു ബുദ്ധിമുട്ടായി മാറുകയാണ്. ചിത്രവധം പോലെയുള്ള കാര്യങ്ങളാണ് താടകയുടെ നേരെ ചെയ്യുന്നത്. എന്നാലും താടക വീണ്ടും കൽമഴ പൊഴിക്കുകയാണ് ഇവരുടെ നേരെ. അപ്പൊ അതുകൊണ്ട് നേരായി കഴിഞ്ഞാൽ രക്ഷസികൾക്ക് ശക്തി കൂടും എന്നുള്ള കാരണം കൊണ്ട് വിശ്വാമിത്രൻ പിന്നീട് പറയുകയാണ് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അതുകൊണ്ട് താടകയെ വധിക്കുക തന്നെയാണ് വേണ്ടതെന്ന് വിശ്വാമിത്രൻ പറയുന്നു. താടക ഒരേ ആളെ മാത്രമായിരുന്നില്ല, ഒരു ജനപദം മുഴുവൻ താടകയെ ഭയപ്പെടുകയായിരുന്നു. അങ്ങനെ ഭയപ്പെട്ട ഒരു സ്ത്രീ വധിക്കപ്പെടേണ്ടവളല്ലേ? കാര്യകാരണങ്ങൾ അറിയാതെ ഒരാളെയും വധിക്കരുത്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലും പറഞ്ഞിട്ടുണ്ട് 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. താടക എവിടെയാണ് താടക എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് അന്വേഷിക്കാതെയും അവൾക്ക് തന്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ അവസരം നൽകാതെയാണ് രാമൻ താടകയെ വധിച്ചത്. അതുകൊണ്ട് താടകാവധം തീർച്ചയായും അധർമ്മമാണ്. അങ്ങനെ ഒരു അവസരം രാമൻ കൊടുത്തില്ല. അതിനോട് എന്ത് പറയുന്നു? കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഒരു തെറ്റ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് ചിത്രവധം പോലെയുള്ള രീതികളിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. പക്ഷെ അതേ തെറ്റ് തന്നെ 4 തവണയിൽ കൂടുതൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വധശിക്ഷയല്ലാതെ മറ്റൊന്നും നൽകാനില്ല. ഇവിടെ താടകം 1-2 തവണയല്ല, കാണുന്നവരെ എല്ലാം ഉപദ്രവിക്കുക, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളെ പോലും നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് താടക ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ താടകയ്ക്ക് വധശിക്ഷയല്ലാതെ എന്താണ് നൽകുക? ഇവർ പറഞ്ഞൊരു നല്ല ആശയമുണ്ട്. എന്തുകൊണ്ട് താടക അങ്ങനെ ആയിത്തീർന്നു അതിനെക്കുറിച്ച് രാമൻ അന്വേഷിച്ചോ? അതിന് കൃത്യമായ ഉത്തരം ചർച്ചയിൽ പങ്കെടുക്കുന്നവർ നൽകേണ്ടതാണ്. ശ്രീരാമൻ ഇവിടെ ധർമ്മത്തിനെതിരായി താടക നിൽക്കുമ്പോൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് താടക ധർമ്മത്തിനെതിരായി എന്ന് നിങ്ങളുടെ പക്ഷത്തിൽ നിങ്ങൾ സ്ഥാപിക്കാൻ കാരണം? സുന്ദൻ കൊല്ലപ്പെട്ടു, അഗസ്ത്യൻ. അപ്പൊ അഗസ്ത്യനോടുള്ള ദേഷ്യം കൊണ്ടാണ് താടകയ്ക്ക് ഇത്രയും. ശ്രീരാമന് താടകയെ തിരുത്താൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ലേ? അതെന്തുകൊണ്ട് ശ്രീരാമൻ വിനിയോഗിച്ചില്ല? അതിനുവേണ്ടിയാണ് ചിത്രവധം പോലെയുള്ള രീതികൾ ശ്രമിച്ചു നോക്കിയത്. പക്ഷെ എന്നിട്ടും അവൾ കൽമഴ പൊഴിച്ച് ഇവരെ തന്നെ ശ്രീരാമനെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പിന്നെ ശ്രീരാമനെ തന്നെ ഉപദ്രവിക്കുന്നുവെങ്കിൽ പിന്നെ ആരെ വേണമെങ്കിലും താടക ഉപദ്രവിക്കാമല്ലോ. അപ്പോൾ വിശ്വാമിത്രൻ തന്നെയാണ് അന്ധമായി പിന്തുടരേണ്ടതല്ലോ ധർമ്മവ്യവസ്ഥകൾ. സ്ത്രീ അബലയാണ്. അപ്പൊ അവളോട് യുദ്ധം ചെയ്യുന്നത് വീരന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. മനുസ്മൃതിയിലും പറയുന്നത് സ്ത്രീവധം മഹാപാതകമാണ്, ഏറ്റവും ഹീനകർമ്മമാണ് എന്ന്. അബലയായ സ്ത്രീയാണോ ഇത്രയും ഒരു ഗ്രാമം മുഴുവൻ ഭയപ്പെടുന്ന രീതിയിൽ ഗ്രാമത്തെ വിറപ്പിച്ചുകൊണ്ട് നിലനിന്നിരുന്നത്? അതിനെന്തുത്തരം പറയാനുണ്ട്? പക്ഷെ വിശ്വാമിത്ര മഹർഷി പറയുന്നത് എന്തുമനുസരിക്കാനാണ് പിതാവ് തന്നെ കാട്ടിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന രാമന്റെ ന്യായം ഏതൊരു മുൻപിൻ വിചാരമില്ലാതെ ആജ്ഞ അനുസരിക്കുന്ന വ്യക്തിയുടെയും ന്യായമല്ലേ? അപ്പോൾ ഈ സമൂഹത്തിന്റെ പൂർവ്വ മാതൃകയായ രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ ഇത്തരം വിവേകശൂന്യമായ പ്രവർത്തികൾ സമൂഹത്തിൽ വളരാൻ അനുവദിക്കുന്നത് മാതൃകയല്ലല്ലോ.
രാമന്റെ വധങ്ങളിൽ ഒന്നാമത്തെ വധമായിരുന്നു താടകയുടേത്. ആദ്യമായി ചെയ്തത് ഒരു സ്ത്രീയെയാണ്. നാം മാതൃത്വത്തെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണുള്ളത്. എന്തുകൊണ്ട്? താടക ഒരിക്കലും അബലയായിരുന്നില്ല. താടകയ്ക്ക് 1000 ആനയുടെ ശക്തിയാണ് അത് ഉണ്ടായിരുന്നത്. മാത്രമല്ല, നാം പുരാണത്തെ മാറ്റി ചിന്തിച്ച് ഇന്നത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, അനുച്ഛേദം 14 എവ്രിവൺ ഈസ് ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരേ തുല്യ അവകാശം അർഹിക്കുന്നില്ലേ? അപ്പോൾ പുരുഷനെ നാം എങ്ങനെയാണോ വധശിക്ഷയ്ക്ക് അർഹരാക്കുന്നത്, അതുപോലെ തന്നെ സ്ത്രീകൾക്കും വധശിക്ഷയ്ക്ക് അർഹതയില്ലേ? അവർ ചെയ്യുന്ന തെറ്റ് അത്രമാത്രം. ഇപ്പോൾ 2008 നടന്ന ഷബ്നം അലിയുടെ ഒരു വധക്കേസ്, അമ്രോഹ മർഡർ കേസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൽ തന്റെ വീട്ടിലെ 7 പേരെ, അത് 10 മാസം കുഞ്ഞു പോലും അടങ്ങുന്ന ഒരു കുടുംബത്തെ മുഴുവൻ തന്റെ കാമുകന് വേണ്ടി വധിക്കുകയാണ്. ഇന്ത്യയിലെ ഭാരതത്തിലെ രേഖപ്പെടുത്തിയ ആദ്യത്തെ വധശിക്ഷ, സ്ത്രീയുടെ വധശിക്ഷയാണ് ശബരിമലയുടെ വധശിക്ഷ. നിങ്ങൾക്ക് ശക്തമായ ഒരു പോയിന്റ് ആണ്. സ്ത്രീയും പുരുഷനും തുല്യമായ തെറ്റ് ചെയ്യുന്നു, സ്ത്രീകൾക്ക് വധശിക്ഷ വിധിക്കാതിരിക്കുന്നുണ്ടോ ഇന്നത്തെ സമൂഹത്തിൽ പോലും? അപ്പൊ നിങ്ങളുടെ പോയിന്റ് എങ്ങനെ ശക്തമാകും? നിങ്ങൾ ആശയങ്ങൾ കൊണ്ട് അതിനെ സാധൂകരിക്കും. സ്ത്രീയെ വധിക്കുന്നതിലൂടെ ഒരു ഭൂമിയിലേക്ക് വരുന്ന വേറൊരു ജന്മത്തെയും കൂടിയാണ് നമ്മൾ അവിടെ നശിപ്പിച്ചു കളയുന്നത്. പുതിയ പോയിന്റ്സ് ഉണ്ടോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും? മാതൃത്വമാണ് സ്ത്രീയുടെ ശക്തി. ഒരു ജന്മത്തിന് കാരണമാകുന്ന സ്ത്രീയെ വധിക്കുന്നതിലൂടെ പുതിയൊരു ജീവിതത്തിനുള്ള തുടക്കം പോലും ഇല്ലാതാക്കുകയാണ്. ഇവരുടെ ആശയം അതാണ്. ഇവിടെ ഇപ്പോൾ ഷബ്നം അലിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ ഷബ്നം അലി തൂക്കിലേറ്റപ്പെടുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവളുടെ വധശിക്ഷ നീട്ടിവെച്ചത്. അവളുടെ കുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം ആ കുഞ്ഞിനൊരു അച്ഛനെയും ഫോസ്റ്റർ പാരന്റ്സിന് നൽകിയതിനു ശേഷമാണ് ഷബ്നം അലിയെ വധിക്കുന്നത്. അതുവരെ കാത്തു നിൽക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്സ് ഉണ്ടോ? പെട്ടെന്ന് പറയാം. ഒരു സ്ത്രീ സമൂഹത്തെ തന്നെയാണ് താടകാവധത്തിലൂടെ ശ്രീരാമൻ അപമാനിച്ചിരിക്കുന്നത്. ശ്രീരാമൻ ഒരു വീരനായ പുരുഷനല്ലേ? അപ്പൊ ഈ താടകയെ വധിച്ചത് ഒരു അധർമ്മമായ കാര്യം തന്നെയല്ലേ ശ്രീരാമൻ ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ? അത് തന്നെയാണ് പറഞ്ഞത്. സ്ത്രീകളുടെ വധമല്ലാണ്ട് ധർമ്മത്തിലൂടെ നടക്കുന്ന സ്ത്രീകൾക്ക് നമ്മുടെ പകുതി നൽകി ബഹുമാനിച്ചൊരു സംസ്കാരം നമുക്കുണ്ട്. ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുത്രൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിലേക്കാണ് ആ പുത്രനെ കൂടി നയിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് സൂചിപ്പിച്ചുകൂടാ? പക്ഷെ വളരുന്ന സാഹചര്യം അതല്ല എങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കും. ഒരു സംശയം, ഇപ്പം അർദ്ധനാരീശ്വരന്റെ കഥയാണ് പറഞ്ഞു വന്നത്. അർദ്ധനാരീശ്വരൻ സ്വന്തം ശരീരത്തിന്റെ പാതി. ടൈം അപ്പ്. അത്യാവശ്യം നല്ല രീതിയിൽ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ സാധിച്ചോ? നിങ്ങൾ പറയാൻ സാധിച്ചോ? ഇനി പോയിന്റ്സ് ഉണ്ടായിരുന്നോ? വാൽമീകി പറയുന്ന വളരെ വ്യക്തമായ ഒരു ആശയമുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ശക്തമായി സൂചിപ്പിക്കാമായിരുന്നു. എന്തിന് താടക വധിക്കപ്പെടണം? വാൽമീകി പറയുന്നത് ഗോക്കളുടെയും സത്പ്രവർത്തികൾ ചെയ്യുന്നവരുടെയും രക്ഷണത്തിന് വേണ്ടിയിട്ട്. അതായത് ഒരു സ്ത്രീ സമൂഹത്തിൽ എല്ലാവർക്കും എതിരായി പ്രവർത്തിച്ചാൽ അത് സ്ത്രീയോ പുരുഷനോ, ഗോക്കളെയും സജ്ജനങ്ങളെയും സംരക്ഷിക്കുക, പശുപക്ഷികളെ, മൃഗങ്ങളെ, പ്രകൃതിയെ, ഇതിനൊക്കെ എതിരായിരുന്നു താടക. സ്ത്രീ പ്രകൃതിയാണ്. പ്രകൃതിക്കെതിരായി നിലനിൽക്കുന്ന ഒരു സ്ത്രീ തീർച്ചയായും വധിക്കപ്പെടേണ്ടതാണ് എന്ന ആശയത്തെ മുൻനിർത്തി പറയാം. ഇതൊരു വലിയ ശക്തമായ പോയിന്റ് ആയിരുന്നു.